ഹലോ. അങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ വനിതാ ദിനത്തിൽ ഒരു ഷോപ്പിംഗാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ റോഡിൽ നിന്നൊരു വീഡിയോ എടുത്തു. അങ്ങനെ ഞങ്ങൾ പതുക്കെ യാത്ര തുടരുകയാണ്. വീട്ടിൽ നിന്ന് വണ്ടിയിൽ കയറിയതേ ഉള്ളൂ. ഇങ്ങനെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ 6, 7, 8 CPIM-ൻ്റെ വലിയ മഹാസമ്മേളനം കൊല്ലത്ത് നടക്കുന്നതിൻ്റെ ആ ഭാഗത്താണ്. കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൻ്റെ ആ ഭാഗത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റെഡ്, എല്ലായിടത്തും റെഡിഷ്, ഇങ്ങനെ റെഡ് കളറാണ് മൊത്തവും. ചുവപ്പ്. എല്ലായിടത്തും തോരണങ്ങളും അലങ്കാരങ്ങളും എല്ലാം കാണാം. അവിടെ സമ്മേളനം അതിൻ്റെ വണ്ടികൾ ഒരുപാട്, നല്ല തിരക്കുണ്ട്. അവിടെ സൈഡിലെല്ലാം പോലീസും എയർ ക്യാമ്പിൻ്റെയും സമീപത്താണ്. ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു പാർക്കാണ്. നൈറ്റ് ലൈഫ് ആളുകൾക്ക് എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞതേ ഉള്ളൂ. ഏതാനും ദിവസങ്ങളേ ആയിട്ടുള്ളൂ. അവിടെ അതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് ഈ സമ്മേളനം എല്ലാം നടക്കുന്നത്. അതിൻ്റെ എല്ലാ തിരക്കും ഇവിടെ കാണാം. അങ്ങനെ അവിടെ കണ്ട CPIM എന്നൊക്കെ എഴുതിയിരിക്കുന്നത് അതാണ് കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാൾ. നല്ല കമാനങ്ങളൊക്കെ കൊണ്ട് നല്ല ചുവപ്പിൽ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് റോഡ്. ഞങ്ങൾ ഈ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഇടത് സൈഡിലായിട്ടാണ് പോലീസ് ക്യാമ്പിൻ്റെ സ്ഥലം. അപ്പുറത്ത് റെയിൽവേ റോഡ്. അതിൻ്റെ സൈഡിലും എല്ലാം ഇപ്പോൾ പാർക്കിൻ്റെ പുതിയ ഒരുപാട് വന്നിട്ടുണ്ട്. നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നതിനായിട്ട് റോഡും എല്ലായിടത്തും വളരെയധികം അലങ്കരിച്ചിട്ടുണ്ട്. ചുവപ്പ് കമാനങ്ങളൊക്കെ കൊണ്ട്. അതാണ്ട് ഇത് ഭീമ ജുവലറിയുടെ ഓപ്പോസിറ്റാണ്. ഇത് നമ്മുടെ പുതുകാവ് അമ്പലം. അവിടെയും നല്ല പൊങ്കാല മഹോത്സവം നടക്കുന്നത് കൊണ്ട് നല്ലതുപോലെ എല്ലായിടത്തും ഡെക്കറേഷൻസ് നടത്തിയിട്ടുണ്ട്. അങ്ങനെ പയ്യെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. മുമ്പിൽ ഒരു തടസ്സമായിട്ട്, അതുകൊണ്ട് വീഡിയോ കൃത്യമായിട്ട് കിട്ടിയില്ല. ഒരു കാറിൻ്റെ തടസ്സം. ഇങ്ങനെ പോയി ഈ സ്ഥലം കണ്ട കൂട്ടുകാരെ, ഇതെവിടെയാണെന്നറിയാമോ? ഇതാണ് നമ്മുടെ H&C സ്റ്റോഴ്സ്. അങ്ങനെ കൂട്ടുകാരെ, ഇന്നത്തെ സർപ്രൈസ് ഇതാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഷോപ്പിൽ വരുന്നത്. ഇന്ന് നമ്മളൊരു ഡ്രസ്സ് വാങ്ങിക്കാനായിട്ടാണ് വന്നത്. ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അകത്ത് കയറി. ഇവിടെ 50% ഓഫറാണെന്ന് പറഞ്ഞു. സീമാസാണ് നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ ഇപ്പുറത്ത്. അവിടെയാണ് കട. റോഡ് സൈഡിൽ തന്നെയാണ്. പാർക്കിംഗ് സൗകര്യം എല്ലാം ഉണ്ട്. 50% ഓഫെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ കടയ്ക്കകത്തേക്ക് കടക്കുന്നു. കൂട്ടുകാരെ, അങ്ങനെ ഇന്നത്തെ വനിതാ ദിനത്തിൽ ഞങ്ങളൊരു പുതിയ കടയിലാണ് വന്നത്. ഒരു പുതിയ സാരി വാങ്ങിക്കാനാണ്, കല്യാണ ആവശ്യത്തിനായിട്ടാണ്. അപ്പോൾ ഇതിവിടെ 50% ഓഫർ എന്നൊക്കെ കണ്ടു. സീമാസിൽ അങ്ങ് ഭയങ്കര പരസ്യമൊക്കെ കണ്ടു. ഈ അകത്ത് കയറി എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കൂട്ടുകാർ. അപ്പോൾ നമുക്ക് അകത്ത് കയറി നോക്കാം. അങ്ങനെ ഞങ്ങൾ കടയുടെ മുൻപിലെത്തി. ഇതാണ് അതിൻ്റെ എൻട്രൻസ്. കടയുടെ വിശാലമായ ഷോറൂമിൻ്റെ മുൻവശമാണിത്. വളരെയധികം ഡെക്കറേഷൻസ് ഉണ്ട്. വലിയ വിശാലമായിട്ടുള്ളൊരു ഷോറൂമാണ്. സീമാസ് വെഡ്ഡിങ് കളക്ഷൻസ് വളരെ ഗംഭീരമായിട്ടുണ്ട്. അങ്ങനെ ഞാൻ അകത്തേക്ക് കടക്കുകയാണ്. കണ്ടാ കൂട്ടുകാരി, തിരിച്ചു പോകുമ്പോൾ നമ്മളെ കണ്ട ഒരുപാട് 50% ഓഫ് എന്ന് അതിനകത്ത് പ്രത്യേകം ഓരോ ഇടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വിശാലമായ ഷോറൂമാണ്. ചുരിദാർ സെറ്റ് പല സെക്ഷനായിട്ടുണ്ട്. ഓരോന്നിനും സെക്ഷൻസ് പ്രത്യേകം ഉണ്ട്. അങ്ങനെ ഞാൻ പതുക്കെ അകത്തേക്ക് കടന്ന് സാരി സെക്ഷൻസ് അതിൻ്റെ അടുത്തേക്കാണ് പോയത്. അങ്ങനെ ഇതൊക്കെ അതിൻ്റെ എൻട്രൻസിൽ കടന്ന് നമ്മൾ കാണുന്നതാണ്. പുത്രൻ അവിടെ നിന്ന് മൊബൈൽ നോക്കിയിരിക്കുന്നു. അങ്ങനെ ഈ സ്റ്റെപ്പ് വഴി ഞങ്ങൾ അകത്തേക്ക് മുകളിലാണ് സാരിയുടെ സെക്ഷൻ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പതുക്കെ നടന്നു.
എല്ലാ കൂട്ടുകാരെയും സാരി സെക്ഷൻസിലേക്ക് സ്വാഗതം. അങ്ങനെ കുറേ ഉണ്ട് കാണാനായിട്ട്. അകത്ത് അതിവിശാലമായ ഷോറൂമാണ്. നമ്മുടെ ജോളി സിൽസിലൊക്കെ പോകുമ്പം എങ്ങനെയാണോ തോന്നുന്നത്, എനിക്ക് അതുപോലെയാണ് ഫീൽ ചെയ്തത്. ആ സെയിം രീതിയിലുള്ള അറേഞ്ച്മെൻറ്റാണ് ഇവിടെയും ഉള്ളത്. ഇതാണ് സാരി സെക്ഷൻ, പട്ട് സാരിയുടെ സെക്ഷൻ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് നോക്കി. ഞാൻ ഈ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ മോൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അതങ്ങ് മാറ്റി വെച്ചു. ഇതും അടിപൊളി ഒരെണ്ണമാണ്. അങ്ങനെ ഞാൻ മാറി മാറി ഓരോന്ന് സെലക്ട് ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതും മാറി ഇട്ട് ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് മോന് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊരെണ്ണം സെലക്ട് ചെയ്തു. അതെനിക്ക് അത്രയ്ക്ക് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, എന്നാലും അത് കൊള്ളാം, അതുകൊണ്ട് അത് സെലക്ട് ചെയ്തു. ഓരോന്ന് മാറി മാറി വെച്ച് നോക്കുകയാണ്. ഇത് ഒരു വിന്നി പട്ടാണ്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് മോനും കൂടി ഇഷ്ടമുള്ളതാണ് എടുത്തത്. ഓരോന്നും എടുത്ത് വെച്ചൊക്കെ നോക്കി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. 2 പെൺകുട്ടികളാണ്. ഓഫറൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. ആളുകളെല്ലാം ഇനി വരുത്തതേ ഉള്ളൂ. അതാണ് ഇപ്പോൾ ആരെയും കാണാത്തത്. പരസ്യം കണ്ടും കേട്ടറിഞ്ഞും ആളുകൾ ഇനി ഉടനെ തന്നെ വന്നോളും. രാത്രി ആയതുകൊണ്ടാണ്. പല റേറ്റിലുള്ള പല സെക്ഷനായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക. എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഞാൻ ഓരോന്നെടുത്ത് വെച്ചൊക്കെ നോക്കി അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്തുകൊണ്ടിരുന്നു. ഈ കയ്യിലിരിക്കുന്ന ഒരെണ്ണം സെലക്ട് ചെയ്തു. അങ്ങനെ 2 എണ്ണം സെലക്ട് ചെയ്ത്. കുറേ നാളായി സാരി വാങ്ങിയിട്ട് പുതിയത്, അതുകൊണ്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത് മോനും ഇഷ്ടപ്പെട്ടു. 2 പേർക്കും ഇഷ്ടപ്പെട്ടതാണ് എടുത്തത്. അത് അവിടെ ഇരുന്നതല്ല, ഇതാണ് സെലക്ട് ചെയ്തത്. സ്കേർട്ടിൻ്റെ സെക്ഷനും പ്രത്യേകമുണ്ട്, എല്ലാം പ്രത്യേകമുണ്ട്. തിരക്ക് ഇനി ആകത്തേ ഉള്ളൂ. ഇന്നെങ്ങാണ്ട് ഓഫർ ഇടാൻ തുടങ്ങിയതേ ഉള്ളെന്ന് തോന്നുന്നു. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഈ കടയിൽ കയറുന്നത്. ലേഡീസിൻ്റെയൊക്കെ ടോപ്പുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. എന്നെ മോൻ അങ്ങോട്ട് നോക്കാൻ സമ്മതിച്ചില്ല. ഇനി അവിടെ ഞാൻ പോയി നിന്ന് വാങ്ങിച്ചാലോ എന്ന് വിചാരിച്ച്. അങ്ങനെ ഇതെല്ലാം ബോയ്സിൻ്റെയൊക്കെയാണ്. അവനതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. സാരി സെക്ഷനാണ്. ഇതെല്ലാം സാരിയും ചുരിദാർ പീസൊക്കെ ഉണ്ട്. ഇതൊന്നും വാങ്ങിച്ചില്ല, സാരി മാത്രമേ വാങ്ങിയുള്ളൂ. കുട്ടികളുടേതും എല്ലാം ഉണ്ട്. എല്ലാത്തിനും 50% ഓഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പകുതി വിലയ്ക്ക് എല്ലാം കിട്ടും. ഞങ്ങളവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അങ്ങനെ സാരിയൊക്കെ സെലക്ട് ചെയ്തതാ. ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി. ഇനി തിരിച്ച് വരുന്നു. തിരിച്ച് വന്നപ്പോഴാണ് പുതിയ ഒരു വിശേഷം. പുതിയ സാരിയൊക്കെ വാങ്ങി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വന്നു. കിടിലം മഴയായിരുന്നു. അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ടാറ്റ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.